വിടാനാ പറഞ്ഞേ. അമ്മ എന്താ അമ്മ ഇത്? അവിടെ താണ്ടവാടിയില്ലേ? അതിന് ബാക്കി എന്താണെന്ന് നമുക്ക് അറിയായിരിക്കോ? എന്തൊക്കെയായാലും ശരി, എനിക്ക് അതേപ്പറ്റി ഒരു പേടിയില്ല. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു തീർത്തു, അത്ര തന്നെ. അമ്മ ചേച്ചി വരുന്നു. അമ്മേ, ഒരു തവണ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ലേ? എന്തിനാ എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നെ? അമ്മയുടെ മരുമകളോട് സംസാരിക്കണം, ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മതി. ഇങ്ങനെ ഇത്ര പേരുടെ മുന്നിൽ വെച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട. എടി, ഞാൻ വെറുതെ എന്ന് ആരോട് ദേഷ്യപ്പെട്ടതല്ലടി. ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചത്. നിനക്കതൊന്നും മനസ്സിലായില്ലേ? ഞാനാണോ പറഞ്ഞത്? ഞാനാണോ അവിടെ വന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി വന്ന് സംസാരിക്കാൻ? എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊക്കെ എന്നെ വലിച്ചിടുന്നത്? അല്ലെങ്കിൽ തന്നെ അവര് എന്നോട് ദേഷ്യത്തിലാ ഉള്ളത്. അമ്മ ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് എന്നോടുള്ള ദേഷ്യം കൂട്ടാ ചെയ്തിട്ടുള്ളത്. എന്തിനാ അമ്മയ്ക്ക് വേണ്ടാത്ത പണി? ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഞാൻ ചെയ്യുന്നതെന്ന് നിനക്കറിയില്ലേ? നിന്നോടുള്ള ഇഷ്ടവും സ്നേഹം കൊണ്ട് മാത്രം വിജി. അതൊന്നും എനിക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. ആദ്യം വീട്ടിലോട്ടാ വന്നോണ്ടിരുന്നെ, ഇപ്പൊ ജോലി ചെയ്യുന്ന കടയിലേക്ക് വന്നു തുടങ്ങി. അമ്മ എന്ന് വിചാരിച്ച ഇതൊക്കെ ചെയ്യുന്നേ? അമ്മ ഇങ്ങനെ ഇനിയും ചെയ്താലുണ്ടല്ലോ, ഞാനും എന്റെ മോളും ആരും കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാൻ മാത്രമേ വഴിയുള്ളൂ. എടി, ഞാൻ എന്തിനാ ലാവണ്യോട് വഴക്കിട്ടെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലേ? ഈ അമ്മയുടെ സ്നേഹം നീ എപ്പോഴും ഒന്ന് മനസ്സിലാക്കാൻ മോളെ. എന്റെ അമ്മ മതി, ഉടനെ ഇങ്ങനെ കണ്ണുനീര് കാണിച്ചു നിക്കല്ലേ. ഞാൻ വെറുതെ പറയുന്നതല്ല. വീണ്ടും അമ്മ ഇങ്ങനെ ചെയ്തെന്നുണ്ടെങ്കില് ഉറപ്പായിട്ട് എന്റെ മോളെ കൂട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എടി, അങ്ങനെയൊന്നും പറയാതെ. എടാ ശിവ, നീ എങ്കിലും കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക. എന്നെ ടോർച്ചർ ചെയ്യല്ലേ ഇനിയെങ്കിലും. വിജി, എന്റെ മോൾ ഇവിടെ ജോലി ചെയ്യണത് നിനക്ക് ഇഷ്ടമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ഓരോ ജോലികൾ കൊടുത്ത് അവളെ കഷ്ടപ്പെടുത്തുവാണല്ലേ? ഇനി നീ വിജയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നു നീ വിചാരിക്കണ്ട. എന്താ ലാവണ്യ, നീ പറഞ്ഞ പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത്. എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? അതൊന്നുമല്ല, വിജയുടെ അമ്മ ഇവിടെ വന്ന് നിന്നെ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ? വീട്ടില് നീയാ ഭരണമെന്നല്ലേ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്നല്ലേ സത്യം എന്താണെന്ന് അറിയുന്നേ. ദേ നോക്ക്, ഇന്ന് എന്തുകൊണ്ടാന്നറിയില്ല എന്റെ അമ്മ ഇവിടെ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കിട്ട പോയെ. അവര് വീട്ടിലെങ്ങനെയൊന്നുമല്ല, അവിടെ എന്റെ വാക്കിന വില. ഞാൻ പറയുന്നത് എല്ലാരും കേക്കൂ. ഇത് വെറുതെ എന്റെ അടുത്ത് വീരവാദം അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നേ. നിന്നെ അവർക്ക് പേടിയൊന്നും ഉള്ളതായിട്ട് തോന്നില്ലല്ലോ. അല്ല, നിന്റെ അമ്മായി അങ്ങനെയല്ലേ ഓരോന്നിവിടെ പറഞ്ഞിട്ട് പോയത്. ദേ നോക്ക്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. ചേച്ചേ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞല്ല ലാവണ്യ. ആ വിജയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് നീ തന്നെയല്ലേ എന്ന് പറഞ്ഞിരുന്നേ. പക്ഷെ ഇന്ന് കണ്ടില്ലേ, അവൾക്കൊരു വിഷമമുണ്ടെന്ന് അറിഞ്ഞപ്പോ അവളുടെ അമ്മ ഓടി വന്ന കണ്ടില്ലേ? മരുമകളാണെന്ന് പോലും നോക്കാതെ നിന്നെ ശരിക്ക് വഴക്ക് പറഞ്ഞിട്ടല്ലേ അവര് പോയത്. അതുകൊണ്ട് ചോദിച്ചത്. എന്നെ എന്തിനാ തുറച്ചു നോക്കുന്നത്? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ. ഇന്നൊരു ദിവസം നടന്ന കാര്യം വെച്ച് നീ തെറ്റിദ്ധരിച്ച് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്നെ പറ്റി ആ വിജി എന്റെ അമ്മായിയമ്മയോട് എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാ സ്ഥലകാല ബോധം ഇല്ലാതെ ഈ വയസ്സാം കാലത്ത് ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ വന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് പോയതവര്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇവിടെ വന്ന് കാണിച്ചതിനൊക്കെ പകരം വീട്ടും ഞാൻ. അതുപോലെ ആ കിഴവിയെ പിരികേറ്റി വിട്ട ആ വിജിക്കും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും വെറുതെ വിടില്ല ഞാൻ. എന്തായാലും ഇതിനൊരവസാനം ഉണ്ടാക്കണം. നിന്റെ ആഗ്രഹം പറയുന്നു. എന്നാ ശരി, വാ നമുക്ക് ജോലി ചെയ്യാം. നീ പൊയ്ക്കോ. അതെ ചേച്ചി, സത്യവാ. ഞാൻ ആ വിജയെ കണ്ടതാ. അവള് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. എന്റെ മനസ്സിൽ അവളുടെ മുഖം നന്നായിട്ട് പതിഞ്ഞിട്ടുള്ളതാ. അത് വിജി തന്നെയാ. അത് വേറെ ആരും ആവാൻ ഒരു ചാൻസും ഇല്ല. ദീപിക, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം.
പ്രീതി, നീ എവിടേക്കാ പോകുന്ന മോളെ? അങ്കിൾ, ആന്റിക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ ഡിസ്റ്റർബ് ആയ പോലെ ഗാർഡനിലൂടെ അങ്ങനെയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണല്ലോ. വാ, എന്താന്ന് ചോദിക്കാം. ദേവയാനി, 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 പറ. എന്താ പറ്റിയ? എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും അസുഖമുണ്ടോ? അതോ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അല്ല, നിന്റെ മുഖം കണ്ടറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇപ്പഴാ പ്രീതിനോട് പറഞ്ഞത്. അതെന്താന്നറിയാനോ വന്നേ. എന്തു പറ്റി ദേവയാനി? എന്താണെങ്കിലും തുറന്നു പറഞ്ഞാലല്ലേ ഞങ്ങൾക്കും അത് അറിയാൻ കഴിയൂ. മനസ്സിനകത്ത് വെച്ച് വെറുതെ ഇങ്ങനെ വിഷമിക്കാതെ. എന്താ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. എന്നാ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യണം. അതെന്താ ആന്റി? നിന്റെ മനസ്സുള്ളത് പറ. വിക്രമിനെ കൊണ്ട് ഉടനെ തന്നെ രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കണം. ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് പിന്നീട് മറ്റ് പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും. പ്രശ്നോ? എന്ത് പ്രശ്നമാവുന്ന ആന്റി പറയുന്നേ? പ്രീതി, എനിക്കതിന് ശരിയായ ഉത്തരം പറയാനില്ല. എന്നാൽ വിക്രമിനൊരു നല്ല പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചേ മതിയാവൂ. നീ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ കല്യാണക്കാര്യം പറയുമ്പോഴേക്കും വിക്രം ഇവിടെ കിടന്ന് ഭൂകമ്പം ഉണ്ടാക്കാൻ നിനക്കറിയില്ലേ? പിന്നെ അവനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കാനാ? ആ, എനിക്കത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാ അവനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കണം. ഇല്ലെങ്കിൽ കാര്യം നമ്മുടെ കൈവിട്ടു പോകും. എന്ത്? കൈവിട്ടു പോകുമെന്നോ? അതായത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നാണോ നീ പറയുന്നേ? വിജയ് നാട്ടിൽ വന്ന കാര്യം ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല. ദേവേനി, ഞാൻ ചോദിച്ചതിനെന്താ നീ മറുപടി പറയാത്തെ? അവന് പ്രായം കൂടി വരികയല്ലേ. അതുകൊണ്ടാ ഞാൻ കൈവിട്ടു പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കണം. അത് മാത്രമല്ല, കവിൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിക്രമിനൊരു പെണ്ണിനെ കെട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ പറയുന്നത്. വിക്രമല്ലേ നമ്മൾ പറയുന്നത് അനുസരിക്കാത്തത്? എന്നാ കവിൻ പറഞ്ഞാലെങ്കിലും കേൾക്കൂലെന്ന് കരുതി അവനോട് പറയാൻ ചെന്നപ്പോ അവനാണെങ്കി കൂർക്കം വലിച്ചുറങ്ങുക. ഇനിയും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് വീണ്ടും അതേ ഐഡിയ തന്നെ നോക്കാം. കവിനൊരു അമ്മ വേണമെന്നുള്ള ആവശ്യം അവന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കുത്തിവെക്കണം. അങ്ങനെ കവിനെ കൊണ്ട് വിക്രമിനോട് പറയിപ്പിക്കണം. കവിൻ പറഞ്ഞ വിക്രം തീർച്ചയായും അനുസരിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്.